കാർട്ടൂൺ പീസിൽ കാണാൻ പോകുന്നത് രണ്ട് അയൽക്കാരെയാണ്. ഒരു മുഖവുരയില്ല. നമുക്ക് വേഗം തന്നെ പോയി അവരുടെ വിശേഷങ്ങളും വിവരങ്ങളും കുശുമ്പുകളും കുറുമ്പുകളും കാണാം. ഈ പീട്ടി കഴിഞ്ഞ് വന്നാ? ഞാൻ കഴിഞ്ഞ് വന്ന് മോളെ ഒന്നും പറയണ്ട. ഞാൻ പോകുന്നില്ല എന്ന് തന്നെ വിചാരിച്ചത്. അന്നേരം ടീച്ചർ ഇങ്ങോട്ടേക്ക് ഫോൺ ചെയ്തിട്ട് എന്തായാലും വരണം എന്ന് പറയുന്നത്. ഞാൻ വിചാരിച്ചു എന്തായാലും പോയേക്കാന്ന്. എനിക്കാണെങ്കിൽ എത്ര ലോഡ് വർക്ക് ചെയ്യാനുള്ളതാണെന്ന് അറിയാം. തയ്ക്കാൻ എത്രയാ തുണി കൊണ്ടച്ചിട്ട്. ഓ, വലിയ ഫാഷൻ ഡിസൈനർ അല്ലേ? അത് ശരിയാ, എനിക്ക് എന്തെല്ലാം പണിയും കൂടാ. അതെ. എന്നിട്ട് പി ടി മീറ്റിങ്ങിന് പോയത് നന്നായി എന്തായാലും. അതുകൊണ്ടല്ലേ ഓനെപ്പറ്റി പറയുന്നതെല്ലാം കേൾക്കാൻ പറ്റിയേ. എൻ്റെ മോളെ രോമാഞ്ചം വന്നുപോയി ശരിക്കും. അല്ലെങ്കിലും അങ്ങനെ തന്നെയാണ്, വീട്ടിൽ വന്നാലും അങ്ങനെ തന്നെയാണ്. ഇരുന്ന് പഠിച്ചോളൂ, നമ്മളൊന്നും പറയേണ്ട കാര്യമില്ല. വന്നു കഴിഞ്ഞാൽ നിനക്കറിയാലോ, ഒരുപാട് ബുക്കെടുക്കും, എന്തെങ്കിലും പഠിക്കാനുള്ളത് പഠിക്കും, എന്നിട്ടേ കുളിക്കും വരെ ചെയ്യൂ. എന്താ ചെയ്യാ? പിന്നെ ടീച്ചർ പറയുന്നത് കേൾക്കണോ? ടീച്ചർ പറഞ്ഞിന് മോനെപ്പോൾ നന്നായി പഠിക്കുന്ന വേറെ ഇല്ലാന്ന്. മോനങ്ങനത്തെ ലംബ പിള്ളേരെ കൂടെ കുരുത്തക്കേടൊന്നും ഇല്ല. ഓന് നല്ലപോലെ പഠിച്ചോളും. അതാണ് എനിക്ക് ഇങ്ങനെ ഒരു സമാധാനം ഉള്ളത്. എന്താണ് എനിക്ക് തന്നെ അതിശയം തോന്നും കണ്ടു കഴിഞ്ഞാൽ. പ്രത്യേകിച്ച് ഈ ആമ്പിള്ളേർ ഇത് എങ്ങനെ ഒന്ന് പഠിക്കുന്നത് എനിക്ക് അതിശയം തോന്നും. അതിൽ നീ അതിശയപ്പെടാനൊന്നുമില്ല. വീഡിയോ എടുത്തന്നെ കാണുന്നില്ലേ? 24 മണിക്കൂറും പഠിത്തല്ലേ. ബുക്കിൻ്റെ മുമ്പ് എണീക്കാൻ അവന് സമയമുണ്ടാ? എൻ്റെ പി ടി മീറ്റിങ്ങിന് പോയ കഥ നിനക്കറിയില്ലല്ലോ. ഞാൻ അന്ന് ഏട്ടൻ സിംഗപ്പൂരിന് കൊണ്ടുവന്ന ഗൂഗിൾ ക്ലാസ് വെച്ചിട്ടല്ലേ പോയത്. അവിടെ ചെന്നപ്പോൾ കുറേ എന്താ പറയുക അലമ്പ് പിള്ളേരെ അമ്മമാരെ വിളിച്ച പ്രിൻസിപ്പാൾ ഇങ്ങനെ വഴക്ക് പറഞ്ഞ് കുറേ സമയം കാത്തു നിന്നു. എന്നോട് വന്നിട്ട് പറഞ്ഞേ, കൂടുതലൊന്നും പറയാനില്ല മോനെ കൊണ്ട്, ഇനി ഇത്രയും സമയം വെയിറ്റ് ചെയ്തേ, മോൻ്റെ പ്രോഗ്രസ് റിപ്പോർട്ട് അവിടെ ഉണ്ട്, എടുത്ത് ഒപ്പിട്ടിട്ട് അങ്ങ് പോയാൽ പോരെ, എന്തിനാ ഇതിലൊക്കെ ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്നതെന്ന്. ഞാൻ പറഞ്ഞു മിസ്സിനെ കാത്തു നിന്നാൽ. അങ്ങനെ പ്രിൻസിപ്പാളും കയറി കാറിലിരുന്ന് നോക്കുമ്പോൾ മോനെപ്പറ്റി പറഞ്ഞിട്ട് പ്രിൻസിപ്പാളിന് നാവ് വായിലിടാൻ സമയമില്ല. ഇതുപോലെ നല്ലൊരു കുട്ടി ഈ ഡിസ്ട്രിക്റ്റിലില്ലാന്നാണ് പറയുന്നത്. ഇങ്ങനെ ഒരു കഴിവും എന്താ പറയുക, അങ്ങനെ പറയുമ്പോണ്ടല്ലോ ഈ പ്രിൻസിപ്പാളിൻ്റെ കണ്ണിന് വെള്ളം വരുന്നു. ഞാനാണെങ്കിൽ എന്താ പറയുക, മനസ്സും നിറഞ്ഞു കണ്ണും നിറഞ്ഞു. എനിക്ക് വയ്യ. എൻ്റെ മോനെ കൊണ്ട് ഇത്രയും പൊട്ടൻഷ്യലുള്ള ഒരു കുട്ടീനെ പ്രിൻസിപ്പാൾ ഇതുവരെയുള്ള ഈ അധ്യാപക ജീവിതത്തിനിടയിൽ കണ്ടിട്ടില്ല എന്ന് വരെ പറഞ്ഞു. അതെ, കൊച്ചിനെ IAS ആക്കാൻ പറഞ്ഞിട്ടുണ്ടായിരിക്കും പ്രിൻസിപ്പൾ. IAS ലെവലാണെന്ന് ഇപ്പോഴേ അങ്ങനെയാണെന്നാ പറയുന്നത്. ഇനിയിപ്പോൾ ഓന് പിന്നെ ഭയങ്കര ഇങ്ങനെ എന്നാ പറയണ്ടേ, പഠിക്കണം അങ്ങനത്തെ ഒറ്റ ചിന്തയുള്ളൂ. ഞാൻ എന്നോടിപ്പോൾ എന്താ പറയുന്നത്, കുടിക്കുന്ന ബാത്റൂമിൽ ഒരു മറ്റേ സംഭവമില്ലേ, ഈ ബുക്ക് വെച്ച് വായിക്കുന്നത്, അതാക്കി കൊടുക്കാൻ. ഇന്ന് ആ സമയം ലാഭിക്കാലോ. ഇപ്പോഴത്തെ പിള്ളേരിലുണ്ടാ അങ്ങനെ ഫോൺ എടുത്ത് കളിക്കാനില്ലാണ്ട് അവർക്ക് എന്തിനാ സമയം. ഇവ ഫോണിൻ്റെ ഭാഗത്തേക്ക് വരില്ല. കണക്കെല്ലാം ഞാനാ പറഞ്ഞു കൊടുക്കുക. മിസ് പിന്നെ സ്കൂളെന്ന് പറഞ്ഞാൽ പിന്നെ അറിയാല്ല എന്ന് വെച്ചാൽ മിസ്സെല്ലാം ആടെ പഠിപ്പിക്കുന്ന ടീച്ചർമാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് 100-100ആണ്. ഇവിടുന്ന് ഡൗട്ട് വരുന്നില്ല. ഞാൻ കണക്കെല്ലാം പറഞ്ഞു. ഞാൻ പിന്നെ എനിക്കറിയാലോ, ഞാൻ പണ്ട് മുതലേ അങ്ങനെയാണെന്ന്. പഠിക്കുകയും ചെയ്യൂ. BCom 2nd ക്ലാസ് ആണല്ലോ. അതുകൊണ്ട് പിന്നെ എന്ത് കണക്കുണ്ടെങ്കിലും ഞാനാ പറഞ്ഞു കൊടുക്കാം. അതുകൊണ്ട് ഇപ്പം എന്നാ ഒരു ട്യൂഷൻ വിടേണ്ട ആവശ്യമില്ല, എല്ലാം വീട്ടിൽ തന്നെയാണ്. പിശുക്കായിട്ടല്ല, സമയമില്ലാത്തപ്പോൾ വർത്തനം പറയാൻ സമയം കിട്ടാത്ത ഇതുകൊണ്ടാണ്. അല്ല, ഇപ്പൊ നിന്റെ കണക്ക് ടീച്ചർക്ക് എന്തെന്ന് അറിയാം? ഒന്നും അറിയാത്ത ഓരോന്നിനും ഇപ്പം കൊണ്ടുവന്നാടെ ആക്കിയിട്ട് കണക്ക് തെറ്റിപ്പോയിന് പോലും. എൻ്റെ കണക്ക് അങ്ങനെ തെറ്റിപ്പോകാൻ ഒരു വഴിയുമില്ല. എന്റെ കണക്ക് പിന്നെ ഒരിക്കലും തെറ്റിപ്പോലെന്ന് എനിക്കറിയില്ലേ? പിന്നെ എനിക്കറിയില്ല, നമ്മളെന്താണ് ഒന്നിച്ചല്ലേ പഠിച്ചത്. നിന്റെ കണക്ക് എനിക്ക് നന്നായിട്ട് അറിയാം. ശരിയാ, അത് ശരി, പോട്ടെ. ശരിയെന്ന്. നീ എന്താ പണി? എന്താ റേഷൻ കാർഡ് നീ പോയി വന്നാ? ഇന്നലെ പോയില്ലേ, ഭയങ്കര തിരക്കാ മോളെ. ഇത് കൊടുക്കുന്നതിന്റെ മോളെടുത്തോ? ഓളെ കാര്യമൊന്നും പറയണ്ട മോളെ. അതാ അമ്മമ്മയും മോളും കൂടി അത് ആടിയിരുന്ന് അടി കൂടുന്ന റിമോട്ടിന് വേണ്ടിയിട്ട് ഒരു രക്ഷയില്ല. അമ്മക്കാണെങ്കിൽ ഇന്നത്തെ സീരിയൽ ഇതാ ഇന്നും കൂടെ എണ്ണോ, ഓക്കാണെങ്കിൽ കൊച്ചു TV കാണും. രണ്ടാളും കൂടെ അടിയാക്കും. ഇവിടെ അതിന്റെ ബാക്കിയാണ്. 6:30 മുതൽ തുടങ്ങും 10 മണി വരെ. ഇപ്പൊ എന്താ നടക്കുന്നറിയാം, വാനമ്പാടിന്റെ ലാസ്റ്റ് എപ്പിസോഡ് വീണ്ടും കാണിക്കുന്നത്. അത് അമ്മക്ക് കാണുന്നു. ഇപ്പൊ വൃത്തി അമ്മേനെ അന്വേഷിച്ചു നോക്കിട്ടാ
അതൊന്നും നീ പറയണ്ട മോളെ. അവനവൻ പ്രസവിച്ചത് അവനവൻ അറിയില്ല പോലും. നമ്മളെ തെറ്റിനപ്പാ. ഇങ്ങനത്തെ ഒരു പ്രസവം ഞാൻ എവിടെയും കണ്ടിട്ടില്ല. ചോര് പറയുന്ന കേട്ടിട്ടില്ലേ, ഇത് കണ്ടാൽ നിങ്ങൾ സഹിക്കൂല, ഇവിടെ കൺമുന്നിൽ നടക്കുന്ന റേപ്പ്, എന്നിട്ടായിരിക്കും ഒരു കുഴപ്പമില്ല. അപ്പോഴാണ് സീരിയൽ. അപ്പുറത്തെ ഒരു താടി മുട്ടി നരച്ച് എന്നിട്ട് മോന്റെ കല്യാണം കഴിഞ്ഞു. എന്നിട്ട് ഇപ്പൊ കാമുകിന്റെ അടുത്ത് അതിനൊന്നും ഓനെ സിദ്ധാർത്ഥിന് പറയണ്ട, സുമിത്രനെ പറഞ്ഞാ മതി. ഒന്നുകില് ഓനെ പറഞ്ഞു വിടുക ഓളെ കൂടെ, അല്ലാന്നുണ്ടെങ്കിൽ ഓള് നല്ലൊരു ഡയലോഗ് പറയാ, അല്ലെങ്കിൽ മിണ്ടാണ്ടിരിക്കുക. ഇങ്ങനത്തെ ഒരു ത്യാഗ മനസ്സുള്ള ഞാൻ വേറെ കണ്ടു. സാവിത്രിയാണ് സാവിത്രി. അയ്യോ പിന്നെ പറയണ്ട, കസ്തൂരി വെളുത്ത പോലെ ഇതാവരണം വന്നിട്ടാ പാടാത്ത വൈകില്. ഓ ഒന്നും പറയണ്ട. പാടിയില്ല, നീ അറിയില്ല? ഞാൻ കണ്ടിരുന്നല്ല ഒരേ പാട്ട്. ഇന്നലെ അതിന്റെ നിനക്ക് ഒരു പീഡന ശ്രമം, ഓളെ പീഡിപ്പിച്ചാലും ഓക്ക് പ്രശ്നമില്ല, ഓളെ കൊന്നാലും ഇനി ഓക്ക് പ്രശ്നമില്ല. അപ്പൊ കല്യാണിയായി കൺമണിയായി കസ്തൂരിയായി, അപ്പുറത്തൊരു കല്യാണി, ഇനി അടുത്തത് മറ്റേതായിരിക്കും കമലാക്ഷിയായിരിക്കും. പിന്നെ ആ കായെല്ലാം കഴിഞ്ഞാൽ ഓർക്ക് ചായ ആവും, ചിരുത ചിന്നു തന്നെ ആയിരിക്കും അടുത്തത്. അതിനെടുക്കുന്ന ഒരു കോമഡി സ്റ്റാർസ്. ഓ ആദ്യം കുറെ എന്തല്ലോ ചളി പറയും, ഒരിക്കലും അറിയില്ല എന്നാ പറയുന്നത്. അവസാനം ആകുമ്പോഴത്തേക്കും മെസ്സേജ് ആവുമല്ലോ എന്ന് പറഞ്ഞിട്ട് എല്ലാരും കൂടെ കൂട്ടക്കരച്ചിലത്. അതാണെങ്കിൽ കോമഡി സ്റ്റാർസ് ആണോ ട്രാജഡി സ്റ്റാർസ് ആണോ ഇനി ചടിയടി സ്റ്റാർസ് ആണോ എന്ന് ഒരിക്കൽ പോലും അറിയില്ല. അമ്മക്ക് ഇനി എപ്പെങ്കിലും മോനൊന്ന് മാറ്റിപ്പോയിട്ട് ചാനൽ മാറ്റി കൊച്ചുടി മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ മുഖം വീർപ്പിച്ച് പോയി കിടക്കലായി. സുമിത്രക്ക് എന്ത് പറ്റി, മറ്റൊക്കെ എന്ത് പറ്റിയെന്നും പറഞ്ഞിട്ടൊന്നും പറയണ്ട മോളെ. ഇതിന്റെ കാര്യം പറയാൻ തുടങ്ങിയാൽ ഇന്ന് തീരൂല. എന്താ ഇത് പണി ക്യാപ്റ്റൻ വെച്ചിട്ട്? അത് വേറെ ഒരു കാര്യം. ഇവന് ഫ്രൈഡ് റൈസ്, അൽഫാം, ഷവർമ്മ ഇതെല്ലാം അല്ലാണ്ട് പറ്റൂല. അത് ഇന്ന് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാന്ന് വിചാരിച്ചിട്ടാണ്. ഞാൻ അവക്കും അതെ, ഓളം ഇങ്ങനെ ഇരിക്കുന്നത് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഓക്കും അതെ ഒന്നും പറ്റൂല. നമ്മള് കഞ്ഞിയെല്ലാം കുടിച്ചാൽ വളർന്നെന്ന് പിള്ളേർക്ക് അറിയണം. അവനത് ഓക്ക് ഇന്ന് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കണം പോലും. രാവിലെ എണീറ്റ പാട് തുടങ്ങിയിട്ട് ഞാൻ പിന്നെ ലേശ സാധനം എടുത്ത് ഉണ്ടാക്കി. ഇത് പിന്നെ എളുപ്പമാണല്ലോ, വേഗം ഉണ്ടാക്കാം, പെട്ടെന്ന് ഉണ്ടാക്കാം. ഫ്രൈഡ് റൈസ് എന്ന് പറയുമ്പോഴത്തേനും ആകുകയും ചെയ്യും. ബിരിയാണി അതെ നല്ലൊരു കഴിക്കണം, നെയ്യുള്ള പിന്നെ ഉള്ളതുകൊണ്ട് തന്നെ കുഴപ്പമില്ല. പുതിയ ബിരിയാണി കണ്ടുപിടിച്ചിട്ടുണ്ടല്ലേ. ശരിയേട്ടാ, നോക്ക് തെറ്റിയതായിരിക്കും. അത് ഇന്നലത്തെ എനിക്കാണ് സാധനം. ശരി, ഞാൻ കൊടുത്തിട്ട് വരാം. നീ അടിച്ചു വാരി കഴിഞ്ഞാ? കഴിയുന്നപ്പാ നാളെ കല്യാണത്തിന് പോന്നില്ലേ? അത് ഞാൻ അങ്ങോട്ട് ചോദിക്കാൻ വരുത്തേനു. പോന്നുണ്ട്. ഡ്രസ് എടുത്താ? നീ എടുത്തില്ലേ? ഞാൻ എടുത്തു. നീ നിന്റെ എടുത്തിട്ടെങ്കി വാ, നോക്കാലോ. ഇതാണ് മോളെ ഞാൻ പറഞ്ഞ സാധനം. പഴയ മോഡൽ സാധനമാണ്, പക്ഷേ പുതിയതുപോലെ തോന്നും. നല്ല ഭംഗിയുണ്ടല്ലോ. ഇനിയിപ്പോൾ ഇവിടെ ഇട്ട് പോയാൽ ഒട്ടുക്കത്തെ സ്റ്റൈലായിരിക്കും. കുഴപ്പമില്ല, പക്ഷെ ഇത് എനിക്കൊരു പുതുമയൊന്നും തോന്നുന്നില്ല. എന്നാണിത് പിന്നെ ഒരു പഴയ സാരി എടുക്കുന്ന പോലെയല്ലേ ഉണ്ടാവും. ഈ ദാവണി എന്ന് പറഞ്ഞാൽ തന്നെ നമ്മളിപ്പോൾ ഞൊറിവും എല്ലാം സാരിൻ്റെ പോലെ തന്നെ. പിന്നെ സൂക്ഷിച്ച് നോക്കിയാൽ ദാവണിയാണെന്ന് തോന്നും, അത്ര തന്നെ. എന്നാലും ഇതിപ്പോൾ ആനൊക്കെ നെറ്റിപ്പട്ടം കിട്ടിയ പോലെ ഉണ്ടാവുക. കുഴപ്പമില്ല, നിനക്കിട്ട് ഭംഗിയുണ്ടാവും, കുഴപ്പമൊന്നുമില്ല. കളറ് രസമില്ലേ കാണാൻ? കളറൊന്നും കുഴപ്പമില്ല, പക്ഷെ എന്തോ ഒരു പഴയ സാരീൻ്റെ ഒരു ഫീലിംഗ് തോന്നുള്ളൂ. പക്ഷെ ഇത് ഇട്ട് കഴിഞ്ഞാലുണ്ടല്ലോ, നാളെ നമ്മളിതിന് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാല് ഭയങ്കര വേറെ തന്നെയായിരിക്കും. കാരണം പഴയ കാലത്ത് ആൾക്കാരല്ലേ. അതെ അതെ, ഇഷ്ടപ്പെട്ടില്ല. ഞാൻ മിടീൻ്റെ ഒപ്പം എടുത്തേ. മിടീൻ്റെ ഒപ്പം ആകുമ്പോൾ പിന്നെ എന്താ പറയാ, ഇപ്പൊ ഒരു ന്യൂ ജനറേഷനുമായി എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുകയും ചെയ്യും. കളർഫുള്ളാണ്. ഞാൻ ഇപ്പൊ കാണിച്ചു തരാം. എന്താ നല്ലില്ലേ? ദൈവമേ, എന്തൊരു ഭംഗിയാ കാണാൻ. ഈ മിഡിയ ഇതിന്റെ വർക്ക് തരാണ്ടില്ല. നീ നോക്കിയാ കണ്ണാടിയെല്ലാം പിടിപ്പിച്ചിട്ട്. പക്ഷേ ഉണ്ടല്ലാണ് ഈ മിഡിയെല്ലാം ഇട്ട് പോയി കഴിഞ്ഞാല് ആൾക്കാരെന്താ പറയാ, നമ്മളെ നാട്ടുകാരെ പോരാത്തന്നെ. നമ്മളെ കഴിഞ്ഞ ദിവസത്തെ പഠിക്കല് പെണ്ണില്ലേ, നമ്മളെ ഇവിടെ പഠിച്ചിട്ടില്ല, നമ്മള് ജൂനിയറായി പഠിച്ചേ, ഓളൊന്ന് മിടി ഇട്ട് പോയിട്ട് ആ രാധേച്ചി ആ കുമാരേച്ചി അവിടെ നിന്ന് പറയാൻ ഞാൻ കേട്ടതല്ലേ. ഓളൊന്ന് പെറ്റതാ പോലും. എന്നിട്ട് ഓള് മിടിയിട്ട് വന്നില്ല. ഓളെന്ത് തടിയുണ്ട്. ഞാനങ്ങനെയാ, ഞാനേതാ സൈസ്? തടിയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നാട്ടുകാരങ്ങനെ പറയും. ഒരിക്കൽ എന്തെങ്കിലും കിട്ടിയാ മതിയല്ലോ. ഞാൻ പറയാണെങ്കിൽ നീ വേറെ എന്തെങ്കിലും ഇടുന്നതായിരിക്കും നല്ല. ഞാനിത് ഒരുപാട് ഇഷ്ടപ്പെട്ട് മേടിച്ചത്. ഞാൻ ഇത് തന്നെ ഇടുന്നുള്ളൂ. 4 ആള് നോക്കാം.
നടക്കട്ടെ. ഇനിയിപ്പൊ ആൾക്കാർ പറഞ്ഞാൽ നമ്മക്കല്ല, നമ്മളെന്ന് ഈ വേറെയുള്ള കാര്യം ചിന്തിക്കുന്നത്. നമ്മളെ ഇഷ്ടത്തിന് നടക്കുവാന്നല്ലാണ്ട്. ഒരു കാര്യം ചെയ്യാം, നാളെ നമ്മൾ ഒന്നിച്ച് പോകാന്നല്ലേ പ്ലാൻ ചെയ്യുന്നത്. വെളിച്ച വരാൻ പറഞ്ഞിട്ടുണ്ട്, വെളിച്ചത്തെ കൂടെ ഞാൻ പോയിക്കോളൂ. നീ വരുമല്ലോ അല്ലേ? ഞാൻ എന്നെ സ്കൂട്ടി എടുത്ത് വന്നോളൂ. ആരുടെ സ്കൂട്ടി? അനക്കൊന്നും പ്രശ്നമില്ല. ഞാൻ എവിടെയെല്ലാം പോകുന്നയാന്ന്. ഞാൻ ഇങ്ങനെ നടന്നിട്ടല്ല എവിടെയും പോകുന്ന ഇപ്പൊ കാണലുണ്ട്. റേഷൻ പീടിയെ പോകുമ്പോൾ വരെ സ്കൂട്ടി എടുത്തിട്ട് പോക്ക്. ഞാൻ സ്കൂട്ടി എടുത്തിട്ട് പോയിക്കോളൂ. വെളിച്ചെന്നോട് പോയിക്കോ. വെളിച്ചൻ എങ്ങനെയാ വരുന്നത്? വെളിച്ചന് സ്വന്തമായിട്ട് ലോറി ഉണ്ട്. അപ്പൊ വെളിച്ചന് ഓ പിന്നെ അവനെ കൊണ്ട് ലോറി പോകുന്ന നല്ല രസമായിരിക്കും. ഈശ്വരാനോട് പറഞ്ഞ പോലെ തന്നെ ആവാം. കല്യാണത്തിന് പോയാൽ ആ തള്ളമാരെന്തെങ്കിലും പറയാമോ? ഓളെ കുട്ടിക്കത്തെ ധാവണയാണ് കാണാൻ നല്ല രസമുണ്ട്. ഏത് സമയത്താണോ അപ്പോൾ നമുക്കിത് എടുക്കാൻ തോന്നിയത്. ഇനിയിപ്പോൾ ഇതിട്ട് പോയിട്ടില്ലെങ്കിലും മോശമാണ്. ഓളെ മുമ്പിൽ ഞാൻ ചെറുതോ വേണ്ട തന്നിട്ട് പോയേക്കാം. നാളെ ആ ധാവണി കൊടുത്തു പോയാ പ്രശ്നമാവോ? ഇത്ര മോഹിച്ച് വാങ്ങിയതാന്ന്. രസമുണ്ടാവും. അങ്ങനെ പഴയതാന്ന് തോന്നുന്നു. ഇപ്പം അതൊക്കെയല്ലേ ഒരു ഭംഗി, പഴയതിടുമ്പം. എന്നാലും ഓള ഡ്രസ്സ്, ആ നീല പാവാട തന്നെ കണ്ടാൽ മതിയല്ലോ. എന്തൊരു ഭംഗിയാന്നപ്പാ. ഓളെ മുന്നിൽ ഞാൻ ഇനി ഇത് ഇട്ടിട്ട് ഒരു കാര്യമൊന്നും തോന്നുന്നില്ല. എത്ര കാശ് കൊടുത്ത് വാങ്ങിയതാണ്. ഓളായിരിക്കും ആണ് ഏറ്റവും ഭംഗി കാണാൻ. എന്നാലും എൻ്റെ അത്ര ഒന്നും വരാൻ സാധ്യതയില്ല. എൻ്റെ മുഖസൗന്ദര്യത്തിന് അത്ര നോക്കില്ല, അതുകൊണ്ട് കുഴപ്പമില്ല. ഇവരിങ്ങനെ ഇണങ്ങിയും പരിതപിച്ചും മുന്നോട്ട് പോട്ടെ. നമുക്ക് തൽക്കാലം ഇന്നിവിടെ വെച്ച് നിർത്താം.